ഓ, ഏറ്റുമാനൂര് 7:30 പൊന്നാൻ കാണാൻ പോണതാ. 10 മണിയായപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി. 10 മണിയായപ്പോ എവിടെ എവിടെ വരാണ്? അങ്ങനെ ഞങ്ങള് ഏറ്റുമാനൂർ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടാ. നല്ല തിരക്കായിരുന്നു. 7:30 പൊന്നാനാണല്ലോ. രാത്രി 12 മണിയോട് തുടങ്ങുന്ന നമുക്ക് അറിയാൻ കിട്ടിയത്. നോട്ടീസ് ബോർഡിലൊക്കെ ഉണ്ടായിരുന്നു. ശേഷം നമ്മൾ വെയിറ്റ് ചെയ്തു. നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് അധികം അടുത്തില്ല. പിന്നീട് നോക്കിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. നമ്മൾ അകത്തോട്ട് കയറി തൊഴാൻ തീരുമാനിച്ചു. മൊത്തം 9 ആന നിൽപ്പുണ്ട്. അതിൽ തിടമ്പെന്ന് ഗജഭീമൻ PK7 എന്നറിയപ്പെടുന്ന പുതുപ്പള്ളി കേശവനാണ്. ഗുരുവായൂരിന് 2 ആനയുണ്ട്. പിന്നെ നമ്മുടെ സായിപ്പാനുണ്ട്, അതായത് ബ്രഹ്മദത്തൻ. ആനകളെ കണ്ട് ശേഷം നമ്മൾ 7:30 പൊന്നാന കാണാൻ വേണ്ടിയിട്ട് നടന്നപ്പോഴാണ് അവിടെ കോലം വരയ്ക്കാനുള്ളത്. ശരിക്കുള്ള ക്യൂ എന്ന് കഴിഞ്ഞാൽ രാത്രി 1 മണി വരെ നമുക്ക് തൊഴാൻ പറ്റില്ല. അത്രയും നിരക്കായിരുന്നു. ഇടയ്ക്കിട്ട് കയറി ന്യൂട്രലിൽ കയറി തൊഴുതു. മൂലസ്ഥാനത്ത് 7:30 പൊന്നാന ദർശനം കേട്ടോ. ഇനി ഇത് കഴിയുമ്പോൾ രാത്രി 12 മണിയാകുമ്പോഴത്തേക്കും പുറത്ത് പ്രദക്ഷിണത്തിന് ഇറങ്ങും. ആദ്യം ചുറ്റമ്പലത്തിൽ ഇറങ്ങും, പിന്നെ പുറത്തേക്കും. അപ്പോൾ അതുവരെ നമുക്ക് സമയമുണ്ട്. ആദ്യം കുറച്ച് നേരം കുളക്കടവിനോടെ പോയിരുന്നു, താളം പിടിച്ചിരുന്നു. വെള്ളം താഴ്ച ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. കോട്ടയം വശമായതുകൊണ്ടാണ് വെള്ളത്തിനും തണുപ്പിലാണ്. നല്ല ചൂടൻ വെള്ളം പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. എന്നിരുന്നാലും കുഴപ്പമില്ല. വെള്ളത്തിലേക്ക് കൈ മുങ്ങുന്ന കഴിഞ്ഞ ശേഷം കുറച്ചു നേരം അവിടെ നിന്ന് വീണ്ടും ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ് എൻജോയ് ചെയ്തു. പുറത്തിറങ്ങിയ ഒരു വെള്ളവും ബജിയും കഴിച്ചിട്ടാണ്. ഉത്സവപ്പറമ്പിൽ വന്നു കഴിഞ്ഞാൽ ബജി കഴിക്കണം മസ്റ്റാണല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഉത്സവത്തിൻ്റെ പറമ്പിൽ ഒരു ആനക്കുട്ടി നിൽക്കണുള്ളത്. ആന ഇറക്കിയിട്ടില്ല കേട്ടാ, വണ്ടി തന്നെ നിർത്തിയേക്കുവാണ്. ശ്രദ്ധിച്ചായിരുന്നു. തിരിച്ച് പോകുന്ന വഴിക്ക് വെളുപ്പിന് 5 മണി വരെ ആനക്കുട്ടി വണ്ടി തന്നെ ആയിരുന്നു. മറ്റേ മ്യൂസിക് ഇത് പാർത്ഥസാരഥി, കോട്ടയത്തിൻ്റെ സുഹൃത്താട്ടാ. ആളെ ഞങ്ങൾ ഒരുമിച്ച് അസറ്റ് ഹോംസിൽ നേരത്തെ വർക്ക് ചെയ്തിരുന്നതാണ്. ഇപ്പം മൂപ്പര് പഞ്ചാബ് നാഷണൽ ബാങ്കിലെ സ്റ്റാഫാണ്. 10-25 വയസ്സേ ഉള്ളൂ. വധുവിനെ ആലോചിക്കുന്നുണ്ട്. തിരിച്ചു വന്ന് ഓരോ ആനക്കുട്ടികളുടെ അടുത്ത് പോയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് എല്ലാവർക്കും തിന്നാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആരും തിന്നണില്ല. അവരെല്ലാം സ്ട്രെസ്ഡ് ഔട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നിർത്താതെയുള്ള പൂരവും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും, അറിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ചിട്ടയായിട്ട് നിൽക്കണമെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഇതാണ് ബ്രഹ്മദത്തൻ, സായിപ്പാന. ഇത് നമ്മുടെ ഗജഭീമൻ, പുതുപ്പള്ളി കേശവൻ. ആളാണ് ഒരു 1.5 ആന കേട്ടോ. ആനക്കേരളത്തിൻ്റെ ഒരു 1.5 മുതൽ. അവനെ നടത്തിക്കൊണ്ടിരുന്ന തന്നെ കാണുന്നത് എന്ത് ഭംഗിയല്ലേ. അങ്ങനെ 7:30 പൊന്നാന ദർശനം പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ജനത്തിരക്കാണ്, ജനസാഗരം. ഇനിയുള്ള ചടങ്ങുകൾ ഞാൻ എൻ്റേതായിട്ടുള്ള വോയിസ് ഇട്ട് അലമ്പാക്കുന്നില്ല. നിങ്ങൾ തന്നെ കണ്ട് ഫീൽ ചെയ്തോളി, അതായിരിക്കും കുറച്ചൊരു ബെറ്റർ.
7 വലിയ ആനക്കുട്ടിയും ഒരു ചെറിയ ആനക്കുട്ടിയുടെ വിഗ്രഹവും കൂടി ചേർത്തിട്ട് സ്വർണത്തിൽ പൊതിഞ്ഞ് ആനവിഗ്രഹത്തിനെ ചുമന്ന് അമ്പലത്തിന് പ്രദക്ഷിണം വയ്ക്കണം. ഇതൊരു ചടങ്ങാണ്. എല്ലാ വർഷവും ഇതേ ദിവസം മാത്രമാണ് ഈ ആനക്കുട്ടികളെ പുറത്തിറക്കൽ. ആയതുകൊണ്ട് വർഷത്തിലൊരിക്കലും നടക്കുന്ന ആചാരമായതുകൊണ്ട് ഒത്തിരി പേര് കാണാൻ വരും. നാനാ ദിക്കുകളിൽ നിന്നും നാനാ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ കാണാൻ പറ്റും. സ്വർണത്തിൽ പൊതിഞ്ഞ 7.5 പൊന്നാന തൂക്കത്തിൻ്റെ പുറത്ത് 9 ഗജശ്രേഷ്ഠങ്ങളുടെ അണിനിരക്കുന്ന പൂരമാണ് ഇനി നടക്കാൻ പോകുന്നത്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരുള്ള ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാദേവനാണ് പ്രതിഷ്ഠ. അതും രൗദ്രഭാവത്തിലുള്ള ശിവനാണ് മുഖ്യ പ്രതിഷ്ഠ. രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകുന്നേരം അർദ്ധനാരീശ്വരനെയും ആരാധിച്ചാണ് പ്രധാന ആരാധനകൾ നടന്നു വരുന്നത്. പരശുരാമൻ കേരളത്തിൽ പ്രതിഷ്ഠിച്ച 108 മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂരിൽ നിന്നാണ് ഐതിഹ്യം പറഞ്ഞു വരുന്നത്. 4.5 ഏക്കറോളം വരുന്ന ഭൂപ്രദേശത്ത് പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് മഹാദേവൻ ഇവിടെ വസിക്കുന്നത്. ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ശ്രീ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഇരിക്കുന്നത്. കുംഭമാസത്തിലെ തിരുവാതിരയാണ് ഇവിടുത്തെ ആറാട്ടായി കണക്കാക്കുന്നത്. അതും വർഷത്തിൽ 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടന്നു വരുന്നത്. ഇതിനിടയിൽ വരുന്ന 8-ാം വിളക്കും പ്രധാന ആസ്ഥാന മണ്ഡപവും ദർശനവുമാണ് വിശിഷ്ട ചടങ്ങായും ഏറെ പ്രാധാന്യമുള്ള ചടങ്ങായിട്ടും കണക്കാക്കുന്നത്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഐതിഹ്യമൊക്കെ ഞാൻ പറഞ്ഞാൽ നല്ലത് വിക്കിപീഡിയയിൽ നിങ്ങൾ നോക്കി സെർച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടി വായനാശീലം വളരും. അതുപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറയുമ്പോൾ നിങ്ങൾ മറന്നുപോവുകയും ചെയ്യും. ഈ അടുത്ത കാലത്ത് പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്തത് ഈ അമ്പലത്തിൽ രാത്രി 12 മണിക്ക് ശേഷം നിന്നിട്ട് ശേഷമാണ്. അതായത് പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പിൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ട്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അടുത്ത വർഷമെങ്കിലും നിങ്ങളിത് മിസ്സാക്കാതെ അവിടെ തന്നെ പോയി അനുഭവിച്ചറിയാം.
കയറ് അങ്ങോട്ട് വേണം കേട്ടോ, വെള്ളം അങ്ങോട്ടാ. പൂരം കണ്ടിറങ്ങിയിട്ട് വെളുപ്പിന് 4:30 മണിയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി വന്ന വഴിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ആനക്കുട്ടീനെ തിരിച്ചു കൊണ്ടുപോകണേ കാണുന്നത്. ആ പൂരത്തിനുണ്ടായിരുന്ന 9 ആനുള്ള ഒരു ആനയാണ്. പെട്ടെന്ന് തന്നെ അവനെ കയറ്റി കൊണ്ടുപോകും. തിരിച്ചിറങ്ങും വഴി എൻ്റെ മനസ്സിലൂടെ മിന്നി മാഞ്ഞത് ഞാൻ കണ്ട ആ സ്വർണ്ണത്തിളക്കമുള്ള തീവെട്ടിയുടെ വെളിച്ചത്തിൽ മിന്നിത്തിളങ്ങിക്കൊണ്ടിരുന്ന ആ ചെറിയ സ്വർണ്ണ വിഗ്രഹവുമാണ്. എന്ത് കൊണ്ടാരത്? ഓക്കെ, അത് മഞ്ഞ ഒന്നും കാണാൻ വയ്യ. പറമ്പിൽ തീട്ട പുകയരുത്, പുകയല്ല കോടഞ്ഞേന്ന് തോന്നുന്നു.